നമസ്കാരം. ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യ പുരോഗതിയുടെ പുതിയ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. പുതിയ തലമുറ ദീർഘദൂര എയർ ടു സർഫേസ് ഹൈപ്പർസോണിക് മിസൈൽ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രദ്ധേയ ശ്രമങ്ങളിലാണ് ഇന്ത്യ ഇപ്പോൾ. രാജ്യത്തെ വ്യോമസേനയുടെ ആക്രമണശേഷി അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള ദീർഘദൂര സ്റ്റാൻഡ് ഓഫ് വെപ്പണായ രുദ്രം 4ന്റെ വികസനമാണ് അതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. 550 കിലോമീറ്റർ ദൂരപരിധിയുള്ള രുദ്രം 3യുടെ പിൻഗാമിയായി പ്രഖ്യാപിക്കപ്പെട്ട രുദ്രം 4ന് മാക് 5-ൽ കൂടുതലുള്ള ഹൈപ്പർസോണിക് വേഗതയാണ് കൈവരിക്കാനാകുക. 1000 മുതൽ 1500 കിലോമീറ്റർ വരെ ദൂരപരിധിയും ഇവയ്ക്കുണ്ടാകും. സുഖോയ് Su-30 MKI, മിറേജ് 2000, റഫേൽ എന്നിവയുൾപ്പെടെയുള്ള ഒന്നിലധികം വ്യോമ പ്ലാറ്റ്ഫോമുകളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള ഭാരം കുറഞ്ഞ രൂപകൽപ്പനയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDOയാണ് ഈ നൂതന മിസൈൽ സംവിധാനം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2023-ൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകരിച്ച ഈ മിസൈലിന്റെ ആവശ്യകത പരിഗണിച്ചാണ് ഇവ യാഥാർത്ഥ്യമാക്കുന്നതിനായുള്ള നടപടികളിലേക്ക് നീങ്ങിയത്. നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മറികടന്ന് കൃത്യതയോടെ ലക്ഷ്യസ്ഥാനങ്ങളെ നിർവീര്യമാക്കാൻ കഴിവുള്ള രുദ്രം 4 പുറത്തിറങ്ങുന്നതോടെ അത് ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും. ഹൈദരാബാദിലെ DRDOയുടെ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലബോറട്ടറിയിലാണ് രുദ്രം സീരീസ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത എയർ ലോഞ്ച്ഡ് ആൻഡ് റേഡിയേഷൻ മിസൈലുകളുടെയും സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങളുടെയും ഒരു പരമ്പരയാണ് രുദ്രം സീരീസ് പ്രതിനിധീകരിക്കുന്നത്. അതിൽ 150 കിലോമീറ്റർ ദൂരപരിധിയുള്ള രുദ്രം 1 ശത്രു റഡാറുകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ തുടങ്ങിയ സ്രോതസ്സുകൾ ലക്ഷ്യമിടുന്നതിന് വേണ്ടിയാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. രുദ്രം 1 2020 ഒക്ടോബറിൽ വിജയകരമായി പരീക്ഷിച്ചു. തുടർന്ന് 2022-നും 2024-നും ഇടയിൽ 350 കിലോമീറ്റർ ദൂരപരിധിയുള്ള രുദ്രം 2ഉം 550 കിലോമീറ്റർ ദൂരപരിധിയുള്ള രുദ്രം 3യും വികസിപ്പിക്കുകയുണ്ടായി. ഇവയ്ക്ക് ഡ്യുവൽ സീക്കർ കോൺഫിഗറേഷനുകളും ബങ്കറുകൾ, കമാൻഡ് സെന്ററുകൾ പോലുള്ള കഠിനമായ ലക്ഷ്യങ്ങളെ നേരിടാനുള്ള ശേഷിയുണ്ട്. അതിനു പിന്നാലെയാണ് രുദ്രം 4ന്റെ വികസനം സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. 550 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള 1000 മുതൽ 1500 കിലോമീറ്റർ വരെ എത്താൻ സാധ്യതയുള്ള ദീർഘദൂര സ്റ്റാൻഡ് ഓഫ് വെപ്പണാണ് രുദ്രം 4 എന്ന് DRDO ചെയർമാൻ ഡോക്ടർ സമീർ കാമത്താണ് വെളിപ്പെടുത്തിയത്. ഇത് ഇന്ത്യൻ വ്യോമസേനയെ സുരക്ഷിതമായ ദൂരത്തിലുള്ള സ്ഥാനങ്ങളിലിരുന്ന് ശത്രു പ്രദേശത്തേക്ക് ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിന് പ്രാപ്തമാക്കും. ഇതിന്റെ ഹൈപ്പർസോണിക് വേഗതയും ക്വാസി ബാലിസ്റ്റിക് പാതയും റഷ്യയുടെ S-400, ചൈനയുടെ HQ-9 പോലുള്ള നൂതന സംവിധാനങ്ങൾക്ക് പോലും വെല്ലുവിളി ഉയർത്തും. ഈ മിസൈലിന്റെ ഭാരം കുറഞ്ഞ രൂപകൽപ്പന പ്രവർത്തന വഴക്കവും പെലോഡ് ശേഷിയും വർദ്ധിപ്പിക്കാനും സഹായകരമായി തീരുന്നു. രുദ്രം 4ൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകൾ അതിന്റെ കൃത്യത, അതിജീവനക്ഷമത, മാരകത എന്നിവ ഉറപ്പാക്കുന്നു. മാക് 5-ന് മുകളിലുള്ള ഹൈപ്പർസോണിക് വേഗത കൈവരിക്കാനുള്ള ഇതിന്റെ ശേഷി ടെർമിനൽ ഘട്ടത്തിൽ ശത്രു റഡാറുകളെയും ഇന്റർസെപ്റ്ററുകളെയും ഒഴിവാക്കാൻ സഹായകരമാണ്. റഷ്യയുടെ കിൻസാൽ മിസൈലിനോട് സാമ്യമുള്ള ഇതിന്റെ ഹൈപ്പർസോണിക് ശേഷി അതിവേഗം ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കുന്നതിന് പ്രയോജനപ്രദമാണ്. മാത്രവുമല്ല, ഇത് ശത്രുക്കളുടെ പ്രതിരോധ നീക്കങ്ങളെ നിഷ്പ്രയാസം മറികടക്കുന്നതിനും വഴിയൊരുക്കുന്നു. മിസൈൽ മിഡ് കോഴ്സ് ഗൈഡൻസിനായി ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റം അഥവാ INS GPS നാവിഗേഷനാകും ഈ മിസൈലിൽ പ്രയോജനപ്പെടുത്തുക. ഇമേജിംഗ്, ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ പാസീവ് ഹോമിംഗ് ഹെഡുകൾ ഉൾപ്പെടെയുള്ള അഡ്വാൻസ്ഡ് സീക്കറുകൾ ഇതിനുണ്ടാകും. കമാൻഡ് സെന്ററുകൾ, റഡാർ ഇൻസ്റ്റാളേഷനുകൾ, എയർഫീൽഡുകൾ, ഫോർട്ടിഫൈഡ് ബങ്കറുകൾ തുടങ്ങിയ ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യതയോടെ ആക്രമണങ്ങൾ നടത്താൻ രുദ്രം 4-നാകും. താഴ്ന്ന ഉയരത്തിൽ ഉള്ള പറക്കൽ പാതകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ആർക്കുകളെയും മറികടക്കാനാകും. ഇവയുടെ സഞ്ചാരപാത റഡാർ സംവിധാനങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനും തടസ്സപ്പെടുത്താനും വെല്ലുവിളി സൃഷ്ടിക്കും. പ്രാരംഭഘട്ടത്തിൽ രുദ്രം 4 ഒരു സബ്കോണിക് ക്രൂയിസ് മിസൈലായാണ് വികസിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. എന്നാൽ അതിനപ്പുറം ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയുള്ള ദീർഘദൂര ആയുധ സംവിധാനമായി രുദ്രം 4 വികസിപ്പിക്കപ്പെടുന്നതോടെ ഇന്ത്യ ആഗോള ഹൈപ്പർസോണിക് ആയുധ മത്സരത്തിൽ വലിയ കുതിച്ചുചാട്ടത്തോടെ പ്രമുഖ സ്ഥാനത്ത് ഇടം നേടും. വാർത്തയുടെ നിറം തേടി തനിനിറം.